നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ടി വീണ ഇന്നായിരുന്നു ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ന് ഹാജരാകാനാകില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഹാജരാകാനാകില്ല, മറ്റ് രേഖകളൊക്കെ സമർപ്പിക്കാം എന്ന ഒരു ആവശ്യം ഇഡിക്ക് മുന്നിലോട്ട് ടി വീണ വെച്ചിരുന്നു. ആ ആവശ്യം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. എന്തായാലും പുതിയ സമൻസ് അയക്കാനുള്ള ഒരുക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അധികൃതർക്ക് മുൻപാകെ ടി വീണ ഇന്ന് ഹാജരാകാത്ത സാഹചര്യത്തിൽ പുതിയ സമൻസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും. പ്രത്യേകിച്ച് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനുള്ള തന്ത്രമാണോ ഈ പയറ്റുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാവുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ഇമെയിലിലൂടെയാണ് വീണ ടി അറിയിച്ചത്. ഇഡി കൊച്ചി യൂണിറ്റിൽ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിന് മറുപടിയായിട്ടായിരുന്നു വീണ ഇത്തരത്തിലൊരു അവധി അപേക്ഷ ഇഡിക്ക് മുൻപാകെ വച്ചത്. അധികൃതർ ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകർ ഹാജരായ രേഖകൾ കൈമാറുമെന്നും ഇഡിയോട് വീണ ടി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വീണ നേരിട്ട് ഹാജരാകണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് തങ്ങൾക്ക് രേഖകൾ അഭിഭാഷകർ വഴി കിട്ടേണ്ട കാര്യമില്ല, മറിച്ച് വീണ ടി നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമാകണം എന്ന ഒരു നിലപാടാണ് ഇഡിക്കുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണയെ ചോദ്യം ചെയ്തതിനു ശേഷം CMRL അധികൃതരിലേക്ക് കടക്കുക എന്ന നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം കിട്ടിയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനുള്ള നിർദ്ദേശമാണ് വീണയ്ക്ക് നൽകിയത്. ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്നെന്നാണ് SFIO കണ്ടെത്തിയത്. കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2 കോടി രൂപയും എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയും കിട്ടി. നേരത്തെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 242 അക്കൗണ്ടുകളിലായി 18 കോടിയിലേറെ രൂപ മരവിപ്പിക്കുകയും ചെയ്തു. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ ഇഡിക്ക് കൈമാറാൻ നേരത്തെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും വീണ്ടും സമൻസ് നൽകാനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അടുത്തും ഹാജരായില്ല എങ്കിൽ വീണ്ടും ഒഴിവ് കഴിവുകൾ പറയുകയാണെങ്കിൽ എന്താണ് ഇഡിയുടെ നീക്കം? അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഇനി ചോദ്യം ചെയ്യലിന് എത്തിയാൽ തന്നെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഇഡി ആവശ്യപ്പെട്ട രേഖകൾ അത് തങ്ങൾക്ക് രേഖകൾ മാത്രമല്ല, വീണയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നൊരു നിലപാട് കൂടി ഇഡി സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ വീണയ്ക്ക് കുരുക്കുമുറുകുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്കെതിരായ ED കേസിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. തുടക്കം മുതൽ താൻ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ED സമൻസ് നൽകിയപ്പോൾ ആരും ഇഷ്ടിക കയ്യിൽ എടുത്തില്ലല്ലോ. കേസ് രാഷ്ട്രീയമാണെങ്കിൽ CPMന് രാഷ്ട്രീയമായി എതിർക്കാൻ അവകാശമുണ്ട്. തങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്താൻ വരുമ്പോൾ അവരുടെ വണ്ടി തല്ലി പൊളിക്കുന്നതും അതിനകത്തിരിക്കുന്നവരെ അടിക്കുന്നതും ക്രമസമാധാന പ്രശ്നമാണ്. അവിടെ പോലീസ് ഇടപെടും. ഇതൊന്നും കേരളത്തിൽ നടക്കില്ല. ED കേസ് നിർത്തിവെക്കണമെന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളി. പിന്നെ കേസ് എങ്ങനെ അന്വേഷിക്കണം, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ സംസ്ഥാന സർക്കാരിന് എന്ത് അധികാരമാണുള്ളതെന്നും 55 മണിക്കൂറാണ് രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതെന്നും VD സതീശൻ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL നിന്ന് കിട്ടിയ 2 കോടി വിനിയോഗിച്ചത് എങ്ങനെയെന്ന് വ്യക്തത വരുത്തണം. CMRL ഉദ്യോഗസ്ഥന് മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യുക ലക്ഷ്യം കൂടി ഇടിക്കുന്നുണ്ട്. മാത്രമല്ല വീണയ്ക്ക് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്ത, ചീഫ് മാനേജർ KS ശിശേഷ് കുമാർ CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിരുന്നു. ഇവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. അതിനിടെ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്തും നൽകിയിട്ടുണ്ട്. CMRL എക്സാലോജി കേസിൽ ഇത് ആദ്യമായിട്ടാണ് വീണയെ ഇഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത്. നേരത്തെ വീണയുടെ പിതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലുമൊക്കെ CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലടക്കം വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയതാണ്. ഇവിടെ നിന്ന് ചില രേഖകൾ കിട്ടി. ഇതിന്റെയൊക്കെ വിശദമായ പരിശോധന
നടത്തുകയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതിയും കേസിൽ ഇഡിക്ക് അന്വേഷണം തുടരാനുള്ള അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ച് നടപടി സ്വീകരിച്ചത്. CMRL എക്സാലോജിക് കരാറിൽ ഇഡി അന്വേഷണം തുടരുന്നതിന് നിയമപരമായ വിലക്കില്ല എന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണമാകാമെന്നും ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ല എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനുള്ള തന്ത്രമാണോ വീണ ടി നടത്തുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ 70 തവണ ഒഴിവായ അതേ തന്ത്രം തന്നെ പയറ്റാനുള്ള വീണയുടെ നീക്കം, അത്തരത്തിലൊരു നീക്കം തന്നെയാണോ വീണയും പ്രയോഗിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇഡിക്ക് മുന്നിൽ ആ ഒരു നീക്കം നടക്കില്ല. അടുത്ത ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് ഇഡി കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത തവണയും വീണ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നില്ലെങ്കിൽ വീട്ടിലെത്തി വീണയെ അറസ്റ്റ് ചെയ്ത് അടുത്ത നടപടിയിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. ആഴ്ചകളോളം ആശുപത്രിയിൽ തങ്ങാനാണ് നീക്കമെങ്കിൽ ഇഡി അറ്റകൈ പ്രയോഗത്തിലേക്ക് നീങ്ങും. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ഹാജരാകാനില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ആരോഗ്യ കാരണം തന്നെ അടുത്ത ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോഴും ചൂണ്ടിക്കാട്ടിയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇനി അടുത്ത ആഴ്ച ഉടൻ തന്നെ ഹാജരാകേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ഹാജരാകാനുള്ള നീക്കം അല്ലെങ്കിൽ സമൻസ് അയക്കാനാണ് ഇഡി ശ്രമിക്കുന്നത്. ഒരു ദിവസം അവധി അനുവദിച്ചാലും മറ്റൊരു ദിവസം നേരിട്ട് ഹാജരാകണമെന്നാണ് നിലവിലെ വ്യവസ്ഥ. ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് രാഷ്ട്രീയ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അറസ്റ്റ് ഉണ്ടായാൽ വീണയ്ക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമില്ല. തെളിവുകൾ നിരത്തി ഇഡി ചോദ്യം ചെയ്യുമ്പോൾ അതിന് വീണ എന്ത് ഉത്തരം നൽകും എന്നതും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കുരുക്ക് മുറുകുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുനീക്കങ്ങൾ ശക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.